പൂർണ്ണ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേയർ ഡോക്ടർ വി.ജി. ജസ്റ്റിൻ, നമ്മുടെ ഗൈനക്കോളജിസ്റ്റ്, ഹെഡ് മിസ്ട്രസ് ഓഫ് മോഡൽ സ്കൂൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ഹെഡ് മിസ്ട്രസിനും എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ തൃശ്ശൂർ, ഞാനൊരു തൃശ്ശൂർക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ടൗൺ ഹാളിൽ വെച്ച് ഇത്രയധികം സ്ത്രീകൾ ഇന്ന് ഈ മഴയത്ത് വന്നു ചേർന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് മേയറായിട്ട് ലഭിച്ചിട്ടുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടെ ആയ ഒരു വളരെ റെവല്യൂഷണറി തോട്ടുള്ള ഒരു ലേഡിയാണ് ആ സീറ്റിലിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ നേട്ടമാണിത്. അതുകൂടാതെ OBG സൊസൈറ്റിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഇത്രയും കട്ടിങ് ഏജ് തോട്ടോട് കൂടിയിട്ട് ഏറ്റവും ടൈംസിനോട് ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ചേർന്ന് നമുക്ക് ഉടനെ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തണം എന്നവർ പറയുമ്പോൾ അവർക്ക് ഓൾറെഡി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈം സ്കെഡ്യൂളുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. 24 മണിക്കൂറും ഓൺ കോളായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ മേലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കുകയാണ്. അതിന് ആ വലിയ മനസ്സിന് താങ്ക് യു. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഓഡിയൻസാണ്, എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഡോക്ടർ നിജി ആണ് ഇതിൻ്റെ പിന്നിൽ, ടു ഇൻവൈറ്റ് ദ റൈറ്റ് ഓഡിയൻസ്. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് ഏറ്റവും പുതിയ ഇൻഫർമേഷൻ അവർക്കാണല്ലോ എത്തേണ്ടത്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓഡിയൻസ് തന്നെയാണെന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമാണ്. എന്നെ ഈ പൂർണ്ണ പ്രോജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഡോക്ടർ നിജി ഫ്രം തൃശ്ശൂർ കോർപ്പറേഷനിൻ്റെ സൈഡിൽ നിന്നും OBG സൊസൈറ്റിയുടെ ഈ ഇനീഷ്യേറ്റീവ് പൂർണ്ണ വിമൻസ് വെൽനെസ് ഇനീഷ്യേറ്റീവിന് എന്നെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ചൂസ് ചെയ്തതിന് എനിക്ക് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. ഞാൻ എൻ്റേതായ രീതിക്ക് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു അവയർനെസ് ക്യാമ്പയിനായിരുന്നു, എൻ്റേതായ ഒരു ക്യാമ്പയിൻ. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം അമ്മ 40s ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് അതിൽ ബുദ്ധിമുട്ടും കൗതുകവും നിരാശയും എല്ലാം അനുഭവിച്ച ഒരു ടീനേജറായിരുന്നു. അന്ന് മുതൽ ഇതെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ആദ്യമായിട്ട് ഡിഗ്രിക്ക് പോയി സൈക്കോളജിക്ക് ചേരാൻ കാരണം പോലും ഇതായിരുന്നു. പിന്നീട് സൈക്കോളജിയിൽ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടില്ല, പിന്നെയും തേടി പോയി ഫൈനലി 43 വയസ്സായപ്പോൾ നേരിട്ട് അത് അനുഭവിച്ചറിഞ്ഞ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ എന്തിലൂടെയാണ് കടന്നുപോയത്. അപ്പോഴേക്കും ഒരു കഴിഞ്ഞ 5 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ പെരിമെനോപോസ് എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടു തുടങ്ങിയത്. അത് ഇൻ്റർനെറ്റിൻ്റെ ഗുണം കൊണ്ടാണ്. നമുക്ക് ഇതെല്ലാം ഇത്രയും ഇൻഫർമേഷൻ എന്നെ പോലത്തെ ഒരു ഡോക്ടർ അല്ലാത്ത വ്യക്തിക്ക് ഇത്ര റിസർച്ച് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ റിസർച്ച് ചെയ്യാൻ പറ്റിയതിൻ്റെ പിന്നിൽ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ ഹ്യൂമൻ ഫിസിയോളജി 5 വർഷം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഗ്രാജുവേഷന് സൈക്കോളജിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലിനിക്കൽ സൈക്കോളജിക്കും വേണ്ടി ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ബുക്കിൽ എഴുതാൻ പറ്റിയത്. അപ്പോൾ ഈ പൂർണ്ണ ഇനീഷ്യേറ്റീവിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്തിരുന്നത് തന്നെ കുറച്ചും കൂടെ ഔപചാരികമായിട്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പെരിമെനോപോസ് എന്ന് പറയുന്ന ഈ 35+ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബാക്കി എല്ലാം ഡോക്ടർ നിജി ഇത്രയും വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഏതെല്ലാം മേഖലകളിലാണ് പ്രശ്നങ്ങളുള്ളത്, അതിൻ്റെയൊക്കെ എന്താണ് സൊല്യൂഷൻസ് എന്നുള്ളത്. ഒന്ന്, നമുക്ക് ഹെൽത്ത് സ്ക്രീനിങ് വേണം. നമുക്ക് സ്വയം പോയി ഇതിലൊരുപാട് ഡെഫിഷ്യൻസീസാണ് വരുന്നത്. നമ്മുടെ ഹോർമോണൽ ഡിക്ലൈനോട് കൂടിയിട്ട് പല ഡെഫിഷ്യൻസീസും വരാം. അതോടൊപ്പം ഒരുപാട് അസുഖങ്ങൾ, ക്യാൻസർ വരെയുള്ള സാധ്യതകൾ കൂടുകയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് മെഡിക്കൽ സ്ക്രീനിങ് ആണ്. അപ്പോൾ ഇതൊരു അസുഖമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് യൂഷ്വലി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ് പോലെ പോയി പറയാൻ പറ്റുന്നതായിരിക്കില്ല. വളരെ വൈഡ് റേഞ്ച് ഓഫ് സിംറ്റംസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ പലവരും വിചാരിക്കുന്നത് ഇതൊരു അസുഖമല്ല, എനിക്ക് എന്തോ സംഭവിച്ചു, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് സ്ത്രീകൾ വിചാരിക്കുന്നത്. അവരവരുടെ മാത്രം വ്യക്തിപരമായിട്ടൊരു പ്രശ്നമാണ് എന്ന് വിചാരിച്ച് ഉൾവലിഞ്ഞ് സൈലൻ്റായിട്ട് സഫർ ചെയ്യാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവിടെയാണ് ഈ പൂർണ്ണ പോലത്തെ ഒരു ഇനിഷ്യേറ്റീവ്
കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും OBG സൊസൈറ്റിയും വെക്കുമ്പോൾ അതോടൊപ്പം ഒരു സിനിമാ നടിയായ ഞാൻ ഇത് ഓൾറെഡി എല്ലാ പോഡ്കാസ്റ്റിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി ഒരു നല്ല ബിഗിനിങ്ങിലാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇതിനെ പറ്റി ഓൾറെഡി അവബോധം തുടങ്ങി. ഓക്കെ, ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഉള്ളതാണ്. ഇനി നോക്കി വന്നാൽ 70 മുകളിൽ സിംറ്റംസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള സിംറ്റംസ്, മേലുവേദന, വെയിറ്റ് കൂടുക, എസ്പെഷ്യലി വയറിൻ്റെ ഭാഗത്തും മിഡിലിൽ വെയിറ്റ് കൂടുന്നു. പിന്നെയുള്ളത് ഉറക്കമില്ലായ്മ, മസിൽ സ്ട്രെങ്ത് കുറയുന്നു. ഉറക്കമില്ലായ്മ വളരെ വലിയൊരു ഫാക്ടറാണ്. ഇവിടെയുള്ള എത്ര പേർക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്? ഒന്ന് കൈപൊക്കാവോ? മോസ്റ്റ് പീപ്പിൾ അല്ലേ? ഉറക്കത്തിൻ്റെ പ്രശ്നം ഒരു വലിയ സിംറ്റമാണ്. അതായിരുന്നു ഞാൻ നേരിട്ട ആദ്യത്തെ പ്രശ്നം. 3 ദിവസമെങ്കിലും അടുപ്പിച്ച് നമ്മൾ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇറിറ്റബിലിറ്റി കൂടും, മൂഡ് ഫ്ലക്ച്വേഷൻസ് വരും. പിന്നെ നമ്മൾ ആ മൂഡ് ഫ്ലക്ച്വേഷനെ ന്യായീകരിക്കാൻ വേണ്ടി വേറെ കുറേ ആർഗ്യുമെൻറ്റ്സിൽ കയറും. അപ്പോൾ അതൊക്കെ നമ്മുടെ റിലേഷൻഷിപ്സ് മോശമാവും. നമുക്ക് എല്ലാവരോടും ഒരു ദേഷ്യം വരും. നമ്മളോട് എസ്പെഷ്യലി ടീനേജ് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അമ്മയോടുള്ള ദേഷ്യം തുടങ്ങും. ഇങ്ങനെ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ വരും. സോ ആദ്യത്തെ കാര്യം സ്ക്രീനിങ് ആണ്. അതാണ് ഇവിടെ പൂർണ്ണ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് തരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സ് തരും. ഇതെങ്ങനെയായിരിക്കും ഈ വെൽനസ് സ്ക്രീനിങ് ഒക്കെ ചെയ്യാൻ പറ്റുക, കൂടുതൽ എങ്ങനെ ഹെൽത്ത് ഇൻഫർമേഷൻ അവർ തരും. പലതും സ്ക്രീനിങ് ആവശ്യമില്ലാതെ അവബോധമുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ സിംറ്റം ഇതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് സപ്ലിമെൻറ്റേഷനും എല്ലാം ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഒന്ന്, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് അറിവില്ലായ്മ. രണ്ടാമത്തത്, ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അറിവില്ലായ്മ. അത് രണ്ടും ഈ പ്രോഗ്രാമിലൂടെ ആദ്യമേ തന്നെ ക്ലിയറായി കിട്ടും. മൂന്നാമത്തെ കാര്യം, ഇതിന് വേണ്ട സപ്പോർട്ട്. അതിന് ഡോക്ടേഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഐ എം സോ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദ പൂർണ്ണ വിമൻസ് വെൽനസ് ഇനിഷ്യേറ്റീവ് ആണ്. ഇതൊരു അസുഖമല്ല, നമ്മളെല്ലാവരും കടന്നു പോകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ. അതിനാണ് ഞാൻ അതിനൊരു പേരിട്ടിട്ടുണ്ട് എൻ്റെ ബുക്കിൽ, വിമനെസെൻസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അഡോളസെൻസ് അറിയാം. അഡോളസെൻസ് എന്ന് പറയുന്ന ആ ഒരു, നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഡെയിലി നേരിടുന്ന ഒരു പ്രശ്നമാണ് അഡോളസെൻസിൽ വരുന്ന പല ചേഞ്ചസും. പക്ഷെ ആ ചേഞ്ചസ് എന്താണ്? ഒരു കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ട് ആവുന്നതിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസാണിത്. 10 to 15 ഇയേഴ്സ് എടുക്കുന്ന ഒരു ട്രാൻസിഷൻ. അതേപോലെ നമ്മൾ സ്ത്രീകൾ ഫ്രം വുമൺ ടു അവർ ഗോഡസ് ഫേസ് ആണ് പോകുന്നത്. സോ വി ആർ ഗോയിങ് ഇൻ ടു എ ബെറ്റർ ഫേസ് ഓഫ് ലൈഫ്. നമ്മുടെ മുന്നിൽ നല്ല എക്സാമ്പിൾസ് ആയിട്ട് ഇരിക്കുന്നവരാണ്. എസ്പെഷ്യലി ഡോക്ടർ നിജി പറഞ്ഞു, ഇത് നേരിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഓൺ ഫീമെയിൽ പവറിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിന് ആരും സംശയിക്കേണ്ട. ഇറ്റ്സ് നോട്ട് എ ഡിക്ലൈൻ. ഇത് വിമൻ ഓ പോസ് എന്ന് പറഞ്ഞ ആ ബുക്കിൻ്റെ പേരിടാൻ കാരണം, ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് എല്ലാം കൂടെ റീഇവാലുവേറ്റ് ചെയ്യുക, ലൈഫ് ഒന്നും കൂടെ റീഡിസൈൻ ചെയ്യുക. 20കളിലും 30കളിലും എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെ ഇനി ജീവിക്കാൻ പറ്റില്ല. സ്വയം കുറച്ചും കൂടെയും പരിഗണന കൊടുത്ത് തുടങ്ങണം സ്ത്രീകൾ അവർക്ക് തന്നെ. ബിക്കോസ് നിങ്ങൾക്ക് അതിൻ്റെ ആ കെയർ ആവശ്യമുള്ള സമയമാണ്. സ്ത്രീകൾ എപ്പോഴും മറ്റുള്ളവരെ കെയർ ചെയ്ത് ശീലിച്ചവരാണ്. അപ്പോൾ ചെറിയൊരു റിമൈൻഡർ മാത്രമാണ്, പ്ലീസ് സ്റ്റാർട്ട് കെയറിങ് ഫോർ യുവർ സെൽഫ് ആൻഡ് യുവർ ഹെൽത്ത്. ആൻഡ് ഈ ഒരു വളരെ ഡെലിക്കേറ്റ് ടൈം കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫുൾ പവറിലേക്കാണ് കയറുന്നത്. സോ താങ്ക് യു വെരി മച്ച്. വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്. ഏത് രീതിയിലും എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും ഞാൻ അവയർനെസ് ഇനിയും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.